മോനിപ്പോ നെഞ്ചുവേദനയൊക്കെ കുറവില്ലേ? കുറവുണ്ട് ഡോക്ടർ. എനിക്ക് എന്ന് വീട്ടിൽ പോകാൻ പറ്റും? ഇപ്പൊ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ മോനെ വീട്ടിൽ പോകാം. അപ്പൊ നമുക്ക് നാളെ തന്നെ വീട്ടിൽ പോകാമോ ഡോക്ടർ? ഇനിയിപ്പോ ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി. വീട്ടിൽ പോയാലും കുറച്ചു ദിവസത്തേക്ക് കളിക്കാനും വെയിൽ കൊള്ളാനും ഒന്നും പോകരുത് കേട്ടോ. ഇല്ല ഡോക്ടർ. ഒന്ന് വരും. മോനിപ്പോ ആൾമോസ്റ്റ് ഓക്കെയാണ്. പക്ഷേ ഈ നില ഒരുപാട് നാൾ തുടരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ട്രാൻസ്പ്ലാന്റേഷന്റെ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അല്ല, നിങ്ങളുടെ ഹസ്ബൻഡും മോളും സ്ഥലത്തെത്തിയോ? ഇല്ല ഡോക്ടർ. നാളെ ഡിസ്ചാർജ് കഴിഞ്ഞ് മറ്റന്നാൾ ഞാനും മോനും മൂകാംബികയിലേക്ക് പോയാലോ എന്ന് വിചാരിക്കാം. അവർക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതാ നല്ലത്. അവിടെ മംഗലാപുരത്തൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. എന്തായാലും തുടർ ട്രീറ്റ്മെന്റ് ഇനി ഒട്ടും താമസിച്ചുകൂടാ. ആസ് എയർലി ആസ് പോസിബിൾ അത് സ്റ്റാർട്ട് ചെയ്യണം. എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം ഡോക്ടർ. എന്റെ മോന് ജീവനോടെ കിട്ടിയാൽ മതി. ഓക്കെ. മഹിമേ, എന്തായി മഹിമേ? ഡോക്ടർ എന്തു പറഞ്ഞു? നമുക്കുടനെ വീട്ടിൽ പോകാൻ പറ്റുമോ? മണിക്കുട്ടന് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല അമ്മായി. പറ്റിയ നാളെ തന്നെ നമ്മളെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. അവന്റെ ഓപ്പറേഷനെ കുറിച്ച് എന്താ ഡോക്ടർ പറഞ്ഞേ? അത് ഉടനെ വേണമെന്ന ഡോക്ടർ പറയുന്നത്. വൈകുന്തോറും മണിക്കുട്ടന്റെ ജീവൻ അപകടത്തിലാവൂന്ന്. ഇത്രയും വലിയ ഓപ്പറേഷനൊക്കെ നമ്മളെ കൊണ്ട് താങ്ങുമോ മഹിമേ? നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുമോ? എനിക്കൊന്നും അറിയില്ല അമ്മായി. നാളെ ഡിസ്ചാർജ് ആയ മറ്റന്നാളെ ഞാൻ അവനെയും കൊണ്ട് മൂകാംബികയിലേക്ക് പോവും. ഡോക്ടറും അതാ പറഞ്ഞത്. മംഗലാപുരത്ത് നല്ല ആശുപത്രി ഉണ്ടെന്ന്. അതുമാത്രമല്ല, ഓപ്പറേഷന് മുമ്പ് എനിക്ക് മൂകാംബിക ദേവി ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം. എന്റെ കൊച്ചിന് ആപത്തൊന്നും വരുത്തില്ല ദേവി. നാളെ വൈകിട്ട് 6:30 മംഗലാപുരത്തു നിന്നൊരു ട്രെയിനുണ്ട്. അതിൽ പോയാ വെളുപ്പിന് തിരുമേനിക്ക് നാട്ടിലെത്താം. അതിൽ ഞാൻ ബുക്ക് ചെയ്യട്ടെ? അല്ല, വിദ്യാമ്മയും കൂടി ഒന്ന് സംസാരിച്ചിട്ട് പോരെ? ആ, വിദ്യാമ്മ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. പക്ഷേ അപ്പം നോക്കിയാൽ ടിക്കറ്റ് കിട്ടണമെന്നില്ല. നമുക്കെന്തായാലും ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്യാം. തിരുമേനിയോട് നാട്ടിൽ പോയിട്ട് വരാനേ വിദ്യാമ്മ പറയൂ. ഞാൻ എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അത് ശരിയാ അങ്കിളെ. അങ്കിളെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. അച്ഛാ, ദേ ദേവു ചേച്ചി. ദേവു ചേച്ചി എന്താ അവിടെ നിന്നത്? അത് അങ്കിള് പോയാല് ദേവുട്ടി ചേച്ചി ഇങ്ങോട്ട് വരൂ. അങ്കിള് പോയേക്കാം. ഇനി ഞാൻ കാരണം വേറെ ആർക്കൊരു വിഷമാവണ്ട. ആ, തിരുമേനി നാളെ വൈകിട്ട് തന്നെ പുറപ്പെടണം കേട്ടോ. ഞാൻ കാരണമാണ് ദേവുട്ടി അകത്തേക്ക് കയറാൻ നിൽക്കുന്നത് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ പോയേക്കാന്ന് വെച്ചത്. എന്താ പറഞ്ഞോളൂ. ഇല്ല ദേവുട്ടി, ഞാനിനി ആരെയും വിഷമിപ്പിക്കില്ല. ദേവുട്ടി പറയുന്നതൊക്കെ അനുസരിച്ചോളാം. പോരെ? ശരി, ഞാൻ പോവാ. സന്ദീപങ്ങള് വന്നപ്പോ ഒപ്പം ദേവി ചേച്ചി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ.
എന്റെ ദേവി, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ദേവൂട്ടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തോടെ നാട്ടിൽ പോയിട്ട് വരാം. വിദ്യാമ്മ വരട്ടെ, എന്നിട്ട് ദേവൂട്ടിയുടെ ആ കാര്യം സംസാരിക്കാം. തമ്പിയേട്ടാ, അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ആദ്യ കയറി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. താൻ ടെൻഷൻ അടിക്കാതെ. സന്ദീപിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കേ. വൈകാതെ ഒരു വഴി കണ്ടെത്താം നമുക്ക്. എന്തു വഴി? ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാ. ആ പെങ്കൊച്ചു അവളുടെ വീട്ടുകാരും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവളുടെ കാല് പിടിച്ച് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് ഞാൻ പറഞ്ഞു. അവളുടനെ ആ വിവരെ അവനെ വിളിച്ചു പറഞ്ഞു. അവളെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറ്റിയ അവളുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ വരെ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അതിനും ആ സ്ത്രീ തയ്യാറല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്ദീപിനെ കുറിച്ച് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? അവൻ കുടജാദ്രിന്ന് തിരിച്ചെത്തിയെന്ന് മുരളി പറഞ്ഞു. പക്ഷെ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓ, എന്റെ ബലമായ സംശയം അവളുടെ അമ്മ പറഞ്ഞതുപോലെ ഇനി രണ്ടുപേരും കൂടി എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയോന്നാ. തമ്പിയേട്ട, അങ്ങനെ എങ്ങനെ സംഭവിച്ചാലേ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഏയ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. താനൊന്ന് സമാധാനിക്കേ. സമാധാനിക്ക് ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ തമ്പിയേട്ടൻ അവിടെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ദേ, അവരുടെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം. രണ്ടുപേരും കൂടി ചേർന്ന് എന്തെങ്കിലും അവിവേകം കാട്ടിയിട്ട് പിന്നെ അത് തല്ലിപ്പിരിക്കാൻ നോക്കിയാ അതിന്റെ പേര് ദോഷവും നമുക്ക്. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താൻ പറഞ്ഞാൽ സന്ദീപിന്റെ കാര്യത്തിൽ ഞാൻ എന്തും ചെയ്യും. പിന്നെ ഒരു കാര്യം, അങ്ങനൊരു ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ദേവൂട്ടിക്ക് എന്തു പറ്റി, അവൾക്ക് എന്താ സംഭവിച്ചത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും സ്ത്രീകളെ എന്നോട് ചോദിക്കരുത്. അവൾക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. ദേ, എന്റെ മോനെ ആ ബന്ധത്തിൽ നിന്നൊന്ന് വിട്ടുകിട്ടണം. എനിക്ക് അത്രയുള്ള ആവശ്യം. ആ ഒരു ഉറപ്പേ താൻ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഉറപ്പു വരുന്നു, താൻ ആഗ്രഹിക്കാത്തിടത്തോളം ആ ബന്ധം ഒരിക്കലും നടക്കില്ല. എന്താ, അതുപോലെ സ്ത്രീകളേക്ക് മതി. എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി. ആ